നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് എല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരരുതെന്നാണ് പൊതു അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി. അനധികൃത സ്വത്ത് സമ്പാദന കേസ് വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. AI ക്യാമറ കരാർ അഴിമതി ആരോപിച്ചുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. വാർത്തകൾ വിശദമായി. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് എല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. കേരള രാഷ്ട്രീയത്തിലടക്കം ഏറെ കോളിളക്കം സൃഷ്ടിച്ച തിരുവനന്തപുരത്തെ പ്രമാദമായ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പോലീസുകാരായ 4 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. 2005 സെപ്റ്റംബർ 27 മോഷണക്കുറ്റം ആരോപിച്ച് ഫോർട്ട് പോലീസ് പിടികൂടിയിരുന്ന ഉദയകുമാർ പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ടത്. 2018 CBI കോടതി 1-ാം പ്രതി ASI ജിതകുമാർ, 2-ാം പ്രതി CPO SV ശ്രീകുമാർ എന്നിവർക്ക് വധശിക്ഷയും പിഴയും അടക്കം വിധിച്ചിരുന്ന കേസിലാണ് CBIക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ ഉത്തരവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരരുതെന്നാണ് പൊതു അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉയർന്നുവന്ന പരാതികൾ ഗൗരവമുള്ളതെന്നും MLA ആയി തുടരരുത് എന്നാണ് പൊതു അഭിപ്രായമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഒറ്റപ്പെട്ട ഏതെങ്കിലും വ്യക്തികളല്ല, കോൺഗ്രസിലെ സീനിയർ നേതാക്കളടക്കം ഒരുപാട് ആളുകളാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഇതിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ പ്രകോപിതനായി പ്രതികരിക്കുന്ന നില സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. എന്തെല്ലാമോ വിളിച്ചു പറയുന്ന നിലയുണ്ടായി. രാഷ്ട്രീയ പൊതുപ്രവർത്തകർക്ക് ഒരു മാന്യതയുണ്ടെന്നും അതിനെ കോട്ടം വരുത്തുന്നതാണ് രാഹുൽ വിഷയമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരാതി നൽകാൻ ഭയമാണെന്ന് പരാതിക്കാർ പറയുന്നതായി മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജീവന് അപകടമോ ശാരീരിക ഭീഷണിയോ ഉണ്ടാകാതെ സർക്കാർ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിവിടെ ഒതുങ്ങി നിന്നാൽ നന്നായെന്നും എത്ര പേരിലേക്ക് വ്യാപിക്കുമെന്നത് ഇനിയുള്ള കാര്യങ്ങൾ കണ്ടാലേ പറയാനാകൂവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ നിശ്ചയിച്ചതെന്നും അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിന്റെ ശരിയായ നില അറിയില്ലെന്നും വിരട്ടൽ കൊണ്ട് പുറപ്പെട്ടാൽ അത് കേരളത്തിൽ വിലപ്പോവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസ് വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എക്സൈസ് കമ്മീഷണർ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തള്ളി വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ്. ഓണം അവധിക്ക് ശേഷം ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. AI ക്യാമറ കരാർ അഴിമതി ആരോപിച്ചുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സ്ഥാപിച്ച AI ക്യാമറ ഇടപാടിലെ കരാറുകളിൽ അഴിമതിയുണ്ടെന്നും ഇവ സംബന്ധിച്ച് അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ നടത്തണമെന്നും പ്രതിപക്ഷ നേതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ നൽകിയ പൊതു താൽപര്യ ഹർജികളാണ് തള്ളിയത്. കരാറിൽ അഴിമതി തെളിയിക്കാൻ പര്യാപ്തമായ ഒരു തെളിവും ഹർജിക്കാർ നൽകിയിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങൾക്ക് വസ്തുതാപരമായ തെളിവുകൾ നൽകിയിട്ടില്ലെന്ന് പറഞ്ഞാണ് ഹർജികൾ കോടതി തള്ളിയത്. കരാറുകളും ഉപകരാറുകളും നൽകിയത് നിയമപര നടപടികളിലൂടെ അല്ലെന്നാണ് VD സതീശൻ ഹർജിയിൽ പറഞ്ഞിരുന്നത്. തനിക്കെതിരായ പീഡന പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് തള്ളിക്കളഞ്ഞിരുന്നുവെന്ന് C കൃഷ്ണകുമാർ. തനിക്കെതിരെ നൽകിയിരുന്ന പീഡന പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് തള്ളിക്കളഞ്ഞിരുന്നതാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വത്ത് തർക്കമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതെന്നും അതിന് ബലം പകരാനാണ് പീഡന പരാതി ചേർത്തിരുന്നതെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും C കൃഷ്ണകുമാർ അറിയിച്ചു. 2023 സ്വത്ത് തർക്കത്തിൽ തന്റെ ഭാര്യയ്ക്ക് അനുകൂലമായ കോടതി വിധി പറഞ്ഞിരുന്നതായി പറഞ്ഞ കൃഷ്ണകുമാർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ വിശദീകരണം നൽകാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. വേടന് വ്യവസ്ഥകളോടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനായ റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് വ്യവസ്ഥകളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 9-ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച കോടതി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം നൽകി വിട്ടയക്കണമെന്ന് തൃക്കാക്കര പോലീസിന് നിർദ്ദേശം നൽകി. യുവ വനിതാ ഡോക്ടറാണ് വേടൻ ബലാത്സംഗം ചെയ്തുവെന്ന് പരാതിപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നത്. നിയമങ്ങൾ മൂകസാക്ഷി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡ് കയ്യേറി അനധികൃത പാർക്കിംഗ് വ്യാപകം. അനധികൃത ഓട്ടോ സ്റ്റാൻഡ് അടക്കമുള്ള അനധികൃത പാർക്കിംഗ് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായി മാറുന്നതായി പരാതി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഇരുപുറങ്ങളും കയ്യേറി അനധികൃത ഓട്ടോ സ്റ്റാൻഡും വാഹന പാർക്കിംഗുമാണെന്നാണ് ആക്ഷേപം. ടെലിഫോൺ എക്സ്ചേഞ്ച് മുതൽ അച്യുതമേനോൻ ആശുപത്രി വരെയുള്ള മേഖലയിൽ കാൽനട യാത്ര പോലും ദുർഘടമായി മാറിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് ഇടുങ്ങി ഇതുവഴി വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാനാവാത്ത അവസ്ഥയാണ്. റെയിൽവേ സ്റ്റേഷൻ വളപ്പിനകത്ത് അംഗീകൃത പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് നിലവിലുള്ളപ്പോഴാണ് വാരകൾ
മൈലുകൾ മാത്രമകലെ അനധികൃതമായി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്ഥാപനത്തിലേക്ക് ഉപഭോക്താക്കൾക്ക് വന്നു പോകാൻ പോലും ഓട്ടോകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അനധികൃത പാർക്കിംഗ് തടസ്സമായി മാറുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിഷയം സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ പരാതിക്ക് നേതൃത്വം നൽകിയ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി എ യാസിർ ഇന്ത്യൻ പീപ്പിൾ ടിവിയോട് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്, ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്, റോഡുകൾ കയ്യേറി ഓട്ടോ സ്റ്റാൻഡുകൾ പാടില്ല എന്ന്. അതും മറികടന്നുകൊണ്ടാണ് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് ടെലിഫോൺ എക്സ്ചേഞ്ച് മുതൽ അച്യുതമേനോൻ ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗത്ത് റോഡുകൾ കയ്യേറി ഓട്ടോ സ്റ്റാൻഡുകൾ പാർക്ക് ചെയ്യുന്നത് അനധികൃതമായിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡുകളാണ്. ജില്ലാ പോലീസ് മേധാവിക്കും RTOനും നഗരസഭയ്ക്കും 2024 മുതൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടുത്തെ ആ പരിസരത്തുള്ള വ്യാപാരികളുടെ ആവശ്യമാണ്. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വാഹനങ്ങൾ വഴിയടച്ച് നിർത്തി സ്ഥാപനത്തിൽ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് ഈ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ മാറ്റി സ്ഥാപിക്കണമെന്നാണ് വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൻ്റെ കൂടെ മറ്റുള്ള നിയമ നടപടികളും സ്വീകരിക്കാൻ വേണ്ടി ഒലോക്കോട് വ്യാപാര സംഘടനകളെയും വ്യാപാരികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നടങ്കം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ബൂത്തിന് പുറമെ മറ്റു 2 അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകൾ കൂടി പ്രദേശത്തുണ്ട്. ഇവിടെ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന പല ഓട്ടോകളും ഇവിടത്തെ പെർമിറ്റുള്ളവ അല്ലെന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നുള്ളവയാണെന്നും വ്യാപാരികളും നാട്ടുകാരും ചൂണ്ടിക്കാട്ടി. മാത്രമല്ല റെയിൽവേ സ്റ്റേഷന്റെ 200 മീറ്റർ ചുറ്റളവിനുള്ളിൽ പാർക്കിംഗ് നിയമപ്രകാരം അനുവദനീയമല്ലെന്നും സൂചനയുണ്ട്. നിയമങ്ങളെല്ലാം മറികടന്നുള്ള അനധികൃത പാർക്കിംഗിനെതിരെ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയതായി എ യാസർ അറിയിച്ചു. സൗദിയിൽ തെലങ്കാന സ്വദേശി 3 കുട്ടികളെ കൊലപ്പെടുത്തി. സൗദിയിൽ തെലങ്കാന സ്വദേശിയായ യുവതി 3 കുട്ടികളെ കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇന്നലെ വൈകിട്ടാണ് അൽക്കോബാറിൽ നടക്കുന്ന സംഭവം ഉണ്ടായത്. ഹൈദരാബാദ് ടോളി ചൌക്കി സ്വദേശിയായ സൈദ ഉമറ അംറീനാണ് 6 വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ മുഹമ്മദ് ആദിൽ അഹമ്മദ്, മുഹമ്മദ് സാദിഖ് അഹമ്മദ്, 3 വയസ്സുകാരൻ മുഹമ്മദ് യൂസഫ് അഹമ്മദ് എന്നിവരെ കൊലപ്പെടുത്തിയത്. തുടർന്ന് ആത്മഹത്യക്കുള്ള ശ്രമത്തിനിടെ കാൽവഴുതി വീണ ഇവർക്ക് ബോധം നഷ്ടപ്പെട്ടു. ഭർത്താവ് എത്തി വിളിക്കുമ്പോഴാണ് കുട്ടികളുടെ കൂട്ടക്കുരുതി പുറം ലോകം അറിയുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് നിഗമനം. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്കിന് അനുമതി. ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന് അനുമതി ലഭിച്ചു. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 73.51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലഡ് ബാങ്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. നിലവിൽ രക്തത്തിന്റെ ആവശ്യത്തിനായി സ്വകാര്യ ആശുപത്രികളെയോ പാലക്കാട് ജില്ലാ ആശുപത്രിയെയോ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരുന്നു. ഒറ്റപ്പാലത്ത് ഈ സൗകര്യം വരുന്നതോടെ ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമാകും. കൂടാതെ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള അനുമതിയും ലഭ്യമാണ്.
ലഭ്യമായിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ സർജറി വേഗത്തിൽ നടത്താനും ഇതോടെ സാധ്യമാകും. താലൂക്ക് ആശുപത്രിയിലെ നിലവിലുള്ള കെട്ടിടത്തിൽ ബ്ലഡ് ബാങ്കിന് ആവശ്യമായ ഉപകരണങ്ങളും ഭൗതിക സാഹചര്യ നവീകരണവും നടത്തിയാണ് ബ്ലഡ് ബാങ്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിനാവശ്യമായ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. രക്തത്തോടൊപ്പം രക്തഘടകങ്ങളായ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ എന്നിവ സൂക്ഷിക്കുന്നതിനും രോഗികളുടെ ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ജില്ലയിൽ ജില്ലാ ആശുപത്രിയിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലുമാണ് നിലവിൽ സർക്കാർ മേഖലയിൽ ബ്ലഡ് ബാങ്ക് നിലവിലുള്ളത്. ബസ്സിൽ മയക്കുമരുന്ന് കടത്ത് 2 യുവാക്കൾക്ക് 20 വർഷം കഠിന തടവും 2 ലക്ഷം പിഴയും. ബസ്സിൽ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് 130 ഗ്രാം മെത്താഫിറ്റമിൻ കടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർക്ക് 20 വർഷം കഠിന തടവും 2 ലക്ഷം പിഴയും ശിക്ഷ വിധിച്ചു. തൃശൂർ ചാവക്കാട് വയലത്തൂർ സ്വദേശി 31-കാരൻ ഉമ്മർ ഹാരിസ്, 25-കാരൻ കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 2 വർഷം വീതം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. 2023 മാർച്ചിലായിരുന്നു ഇവർ വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായിരുന്നു. ഈ കേസിൽ 11 സാക്ഷികളെ വിസ്തരിക്കുകയും 33 രേഖകൾ തെളിവിലേക്കായി എടുക്കുകയും ചെയ്തു. സർക്കാർ വഞ്ചനയ്ക്കെതിരെ ഫെറ്റോ ധർണ നടത്തി. സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും കേരള സർക്കാർ വഞ്ചിച്ചുവെന്നാരോപിച്ച് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ് ഫെറ്റോ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സായാഹ്ന ധർണ നടത്തി. ധർണ ഫെറ്റോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് BS ഭദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. 20% ക്ഷാമബത്ത പൂർണ്ണമായി നൽകുക, 45 ദിവസത്തെ ശമ്പളം പരിധിയില്ലാതെ ബോണസ് നൽകുക, കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കുടിശ്ശിക സഹിതം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് AJ ശ്രീനി, ജില്ലാ പ്രസിഡന്റ് P രാജീവ്, NGO സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുരളി കേനോത്ത്, ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി KK രാജേഷ്, NGO സംഘ് ജില്ലാ സെക്രട്ടറി C ശിവശങ്കരൻ, ഫെറ്റോ ജില്ലാ ട്രഷറർ K നാരായണൻ, K രാഘവൻ, C റോസ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എന്താണ് വസ്തുത? അത് പറയുമ്പോൾ ഇന്ന് കേരളത്തില് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ ഇറങ്ങിയ ഒരു മലയാള പത്രത്തിൽ, ഒരു ഭരണവിലാസം മലയാള പത്രത്തിൽ അധ്യാപകരുടെ ബോണസ് 500 രൂപ വർദ്ധിപ്പിച്ചു വാർത്തയാണ്. അത് വായിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്താണ് കരുതുക? അധ്യാപകർക്ക് ബോണസ് എന്തോ ഒരു വലിയ തുക കൊടുക്കുന്നുണ്ട്. 4000 രൂപ ബോണസും 20,000 രൂപ അഡ്വാൻസും ഉൾപ്പെടെ ഈ ഓണത്തിന് സർക്കാർ 24,000 രൂപ നൽകുന്നു. എന്താണ് അതിൻ്റെ വാസ്തവം? പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിലെ ഒരു അധ്യാപകൻ പോലും കേരള സർക്കാർ നൽകുന്ന ബോണസ് വാങ്ങാൻ ഉള്ള പരിധിയിലല്ല അവന്റെ ശമ്പളം. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണി മുഴക്കി സ്വർണ്ണ ഏലസും ഫോണും തട്ടിയെടുത്ത സഹോദരന്മാർ അറസ്റ്റിൽ. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണി മുഴക്കി യുവാവിന്റെ സ്വർണ്ണ ഏലസും മൊബൈലും തട്ടിയെടുത്ത സഹോദരന്മാരെ അറസ്റ്റ് ചെയ്തു. തൃശൂർ മാള വലിയപറമ്പ് സ്വദേശികളായ 19-കാരൻ അജയ്, 18-കാരൻ രോഹിത് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഉഴവത്ത് കടവിൽ സ്വദേശി അനന്തുവിന്റെ 1 ഗ്രാം ഏലസും ഫോണുമാണ് കഴിഞ്ഞ ദിവസം ഇവർ തട്ടിയെടുത്തിരുന്നത്. പാമ്പ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് പാലക്കാടിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ജീവനക്കാർക്കായി പാമ്പ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റെയിൽവേ പോലീസ്, ഗ്രൗണ്ട് ജീവനക്കാർ, പോർട്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന വിഷയം സംബന്ധിച്ച് ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ GS ശ്രീലാൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. സബ് ഇൻസ്പെക്ടർ പ്രവീൺ അധ്യക്ഷനായിരുന്നു. സ്റ്റേഷൻ മാനേജർ ശ്യാം സുന്ദർ, സബ് ഇൻസ്പെക്ടർ വിനീത്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ K മോഹൻദാസ്, ASI ഷാജു, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഖാദർ, സ്നേക്ക് റെസ്ക്യൂവർ KV വിജയൻ എന്നിവർ സംസാരിച്ചു. സ്നാപ്ചാറ്റ് വഴി പ്രണയം നടിച്ച് ലൈംഗിക ചൂഷണത്തിന് ശ്രമം. കർണാടക സ്വദേശി പിടിയിൽ. സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട 13-കാരിയെ പ്രണയം നടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തുനിഞ്ഞ കർണാടക സ്വദേശി കോഴിക്കോട് പിടിയിൽ. മുഹമ്മദ് സഹീർ യൂസഫിനെയാണ് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി CCTV ദൃശ്യങ്ങളുടെയും സൈബർ സെല്ലിന്റെയും സഹായത്തോടെ പ്രതിയെ പോലീസ് കണ്ടെത്തിയത്. താലൂക്ക് സമ്മേളനം ചേർന്നു. ലൈസൻസ്ഡ് വയർമെൻസ് അസോസിയേഷൻ പാലക്കാട് താലൂക്ക് സമ്മേളനം മുണ്ടൂർ IRTC ഹാളിൽ വെച്ച് നടന്നു. മലമ്പുഴ MLA A പ്രഭാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് K സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K മുഹമ്മദ് റഫീഖ്, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത, മുണ്ടൂർ KSCB സെക്ഷൻ AE രാകേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കലാധരൻ, ജില്ലാ പ്രസിഡന്റ് അപ്പുണ്ണി, ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ നാരായണൻ, ജില്ലാ ട്രഷറർ വിജയശങ്കർ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി യാസിർ അലി ഖാൻ പ്രസിഡന്റ്, രതീഷ് സെക്രട്ടറി, രവീന്ദ്രൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. കാർ നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിഞ്ഞു. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലേക്ക് മറിഞ്ഞു. അമ്പലപ്പാറയിലാണ് സംഭവം.
സംഭവം. അമ്പലപ്പാറ 2 വില്ലേജ് ഓഫീസിന് സമീപം ഒറ്റപ്പാലത്തേക്ക് വരികയായിരുന്ന കാർ എതിർദിശയിൽ വന്ന ബൈക്കിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം. 4 പേർ കാറിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരുവെമ്പിലെ എല്ലാ സ്കൂളിലും യുറീക്ക. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കുട്ടികൾക്കായുള്ള ശാസ്ത്ര മാസിക യുറീക്ക ഇനി പെരുവെമ്പ് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ സ്കൂളുകളിലും. മാസിക ക്യാമ്പയിന്റെ ഭാഗമായി സ്പോൺസറിംഗിലൂടെ പഞ്ചായത്ത് പരിധിയിലെ 5 LP സ്കൂളുകളിലും CA ഹൈസ്കൂളിലും 1 വർഷത്തേക്ക് യുറീക്ക സൗജന്യമായി നൽകുകയാണ്. ആഗസ്റ്റ് മാസത്തെ ലക്കം വിതരണം ചെയ്തുകൊണ്ട് പെരുവെമ്പ് GJB സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഹംസത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പാലത്തുള്ളി സ്കൂളിൽ വൈസ് പ്രസിഡന്റ് K ഉഷാകുമാരി, CA ഹൈസ്കൂളിൽ സ്പോൺസർ ജയകൃഷ്ണൻ, തണ്ണിശ്ശേരി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് അംഗം K ഭവദാസൻ, പടിഞ്ഞാറേത്തറ സ്കൂളിൽ യൂണിറ്റ് ട്രഷറർ V മുരളീധരൻ, പുതുനഗരം സ്കൂളിൽ KSSPU യൂണിറ്റ് ട്രഷറർ A ഗിരി എന്നിവർ മാസികകൾ കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് എല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരരുതെന്നാണ് പൊതു അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി. അനധികൃത സ്വത്ത് സമ്പാദന കേസ് വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. AI ക്യാമറ കരാർ അഴിമതി ആരോപിച്ചുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.